നമ്മൾ ഏതൊരു വിഷയത്തെയും ആഗോളമായും കേരളീയമായും പരിശോധിച്ചാൽ വ്യത്യാസം ഉണ്ടാവും. ആഗോള മുസ്ലിങ്ങൾ, കേരളീയ മുസ്ലിങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആഗോള സലഫികൾ, കേരളീയ സലഫികൾ വ്യത്യാസമുണ്ട്. ആഗോള സലഫികൾ മദ്ഹബിനെ അംഗീകരിക്കണവരാണ്, കേരളീയ സലഫികൾ മദ്ഹബിനെ അംഗീകരിക്കൂല. ആഗോള തബ്ലീഗിസം, കേരളീയ തബ്ലീഗിസം വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ ആഗോള സുന്നിസവും കേരളീയ സുന്നിസവും വ്യത്യാസമുണ്ട്. ആഗോള സുന്നിസം എന്ന് പറയുന്നത് പല ആളുകളെയും പിടികൂടിയ ഒരു അസുഖമാണ്. അതിൽ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ വരെ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരികയാണ്. കേരളീയ സുന്നിസം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിനെയാണ് ഇസ്ലാമിന്റെ തനതായ രൂപം എന്ന് പറഞ്ഞു വരുന്ന മഹത്തായ ഒരാശയം. അതില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രാധാന്യമായിരിക്കും. ഇപ്പോ നമ്മളെ നാട്ടില്, നമ്മളെ മുസ്ലിം മഹല്ലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞത് ഉദാഹരണമാണ്. അന്ന് സ്കൂളിലെ ദിവസമാണെങ്കിൽ 13-നും ആവാം. എന്തായാലും നബിദിനാഘോഷത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക. പഴയ കാലത്ത് ആൾക്കാരനെ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. ഇനിയിപ്പോ ഈ ദുൽഹിജ്ജ മാസം കഴിഞ്ഞാൽ മുഹറം മാസമാണ്. മുഹറം മാസം 10 കഴിഞ്ഞാല് നബിദിന പരിപാടിക്ക് വേണ്ടി ഉസ്താദുമാര് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ കൊടുക്കൽ തുടങ്ങും. അതേ സമയത്ത് തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണവും ആരംഭിക്കും. കേരളീയ സുന്നികൾക്കുള്ള വലിയൊരു പ്രത്യേകത മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത താല്പര്യമാണ്. എന്നാ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മലയാളി അല്ലല്ലോ. ഷറഫൽ അനാം മൗലിദിന്റെ രചയിതാവ് മലയാളി അല്ലല്ലോ. അപ്പൊ അങ്ങനെ അത് കേരളത്തിൽ മാത്രമുള്ളതാന്ന് പറയും ചെയ്യരുത്, വിചാരിക്കുകയും ചെയ്യരുത്. അതേ സമയത്ത് നമ്മുടെ ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകതലത്തിൽ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ നിലനിർത്തിയിട്ടുള്ളത് 2 തരത്തിലാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഇൽമ കൊടുത്തുകൊണ്ട് ആളുകളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്തുന്ന രീതി ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളൊക്കെ സ്വീകരിച്ച നിലപാട് അതായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തെ വളർത്തി ഈമാൻ സംരക്ഷിച്ച് നിർത്തിയിരുന്ന രീതിയുണ്ട്. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ രീതി അങ്ങനെയായിരുന്നു. ഒന്നിനെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി മഹബത്തിന്റെ വഴിയെന്നും ഒന്നിനെ ഇഷ്കിന്റെ വഴിയെന്നും പറയാം. സൗകര്യത്തിന് വേണ്ടി പറയാണ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. സൗകര്യത്തിന് വേണ്ടി ഒന്നിനെ മഹബത്തിന്റെ വഴി എന്ന് പറയാം, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വഴി. മറ്റൊന്ന് ഇഷ്കിന്റെ വഴി, മുത്തുനബിനെ പരിചയപ്പെടുത്തുന്ന വഴി. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു മോല്യര് അള്ളാഹിനെ പറ്റി വയലെറിഞ്ഞു എന്ന് വിചാരിക്കുക. വയല് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെ മൂപ്പര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറയാൻ കിട്ടും. അതേ സമയത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇഷ്ക് വയല് പറഞ്ഞു ഒരു മോല്യര് എന്ന് വിചാരിക്കുക. വയല് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ വണ്ടികൾ ഇങ്ങോട്ട് വന്ന് ബ്ലോക്കായിട്ടേ എന്ന് പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആലോചിച്ചുണ്ടാക്കിയ അവസാനം ഒരു ഫാത്തിമാബീന്റെ കഥ ബാക്കി കിട്ടും. അങ്ങനെയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇഷ്ക് ഒരു അനുഭവമാണ്, അതേ സമയത്ത് മഹബത്ത് ആഴത്തിലുള്ളൊരു വിജ്ഞാനമാണ്. ഈ 2 വഴിയിലും ലോകത്ത് ഇസ്ലാമിന്റെ സംരക്ഷണം, സുന്നത്തി ജമാഅത്തിന്റെ സംരക്ഷണം, ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദയുടെ സംരക്ഷണം നടന്നിട്ടുണ്ട്. അതില് കേരളീയരായ പഴയകാല ആലിമീങ്ങൾ, പ്രത്യേകിച്ച് മഖ്ദൂമുമാർ അനുവർത്തിച്ചിട്ടുള്ള ഒരു രീതി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും കേൾക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയൊക്കെ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള രീതിയാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ മഹല്ലുകളൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് റബീഉൽ അവ്വൽ 12-ന് അഥവാ നബിദിന പരിപാടിക്കായത്. അതങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞാലേ കേരളീയ മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിയുള്ളൂ. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ വലിയ അബദ്ധം പറ്റും. ദൂർത്തിന് നമ്മളെല്ലാവരും എതിരാണ്.
പക്ഷെ ദൂർത്തിന് നമ്മൾ എതിർത്ത് അവസാനം മോന്റെ കല്യാണം ബിസ്ക്കറ്റും ചായ ആക്കാൻ പാടില്ല. അത് പിടിച്ചെടുത്തുന്നവർക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. കൂടുതൽ ഉണ്ടാക്കിയിട്ട് തോട്ടിക്ക് കൊണ്ടിടാൻ പറ്റൂല. ആർക്കും ആരാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. പക്ഷെ അത് ബിസ്ക്കറ്റും ചായ കാല് മുറിക്കേണ്ടി വരും. അപ്പൊ പറയുമ്പോ തന്നെ ഒരു സൂക്ഷ്മതയൊക്കെ ആ വിഷയത്തിൽ പാലിക്കുകയാണെങ്കിൽ പിന്നെ കാല് മുറിക്കേണ്ടി വരൂല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മളടുത്ത് സംഭവിച്ചു പോണ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോ നബിദിനാഘോഷം ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ കേരളക്കാർ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 ആയാല്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം പറഞ്ഞാല്, റബീഉൽ അവ്വൽ 30 ദിവസം, റബീഉൽ ആഖിറിലെ 10 ദിവസം, 40 ദിവസം മലബാർ ഏരിയയിലെ മിക്കവാറും പള്ളികളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ മൗലിദ് പാരായണം ഉണ്ടാവും. ഈ മൗലിദ് പാരായണം ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റും മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ ആയിക്കിട്ടായിട്ടുള്ള ഇടങ്ങേറ് ചില ആൾക്കാർക്ക്. ഞമ്മക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ് എന്ന ബോധത്തിന്റെ വലുപ്പം. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ അസ്ല് എന്ന് പറഞ്ഞത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യം, അത് നമ്മളെ വലിയൊരു പ്രത്യേകതയാണ്. ഇത് നിലനിർത്താൻ കഴിഞ്ഞാലേ ഈമാൻ നിലക്കുള്ളൂ. അബൂജാഹിലിന് എന്താ കുഴപ്പം? ലഅനത്തുല്ലാഹി അലൈഹി. അബൂജാഹിലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ വന്നാള് കണ്ണൂർ ജില്ലന്റെ സദർമാലിന്യ സംഗമത്തിൽ പ്രസംഗിച്ചപ്പോ എന്റെ ഒരു അനുഭവം പറഞ്ഞു. ഒരു ദിവസം വീട്ടില് ഒരു അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 3 ആൾക്കാർ വന്നു. ഞങ്ങളെ നാട്ടില് പള്ളിക്ക് അവിടെ ഒരു നസീഹത്തിന് വന്നൊരു 3 ആൾക്കാരാ. വലിയ ഉപ്പായൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള 3 ആൾക്കാര്. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു നസീഹത്ത് പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നസീഹത്ത് കേൾക്കാൻ ഇരിക്കും പോലെ അങ്ങനെ ഇരുന്നു. കേൾക്കാൻ ഇരിക്കും പോലെ എന്നല്ല, കേൾക്കാൻ വേണ്ടി ഇരുന്ന തന്നെയാണ്. നസീഹത്ത് ഇപ്പൊ ആര് തരികയാണെങ്കിലും നമുക്ക് കേൾക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഒരു ആലിമൊക്കെ ആണല്ലോ, അതുകൊണ്ട് നിങ്ങളെ നസീഹത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് നസീഹത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കൊടുത്ത നസീഹത്ത് എന്താ വെച്ചാൽ, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അത് ശരി തന്നെയാണ്, വേണ്ട തന്നെയാണ്, നല്ല നസീഹത്തായി, അൽഹംദുലില്ലാ, സന്തോഷം, എന്നാ ഞങ്ങൾ പോട്ടേറണം. എന്നാ സംഗതി ശരിയില്ല എന്നവർക്ക് ഇങ്ങനെ ഒരു തോന്നല്. അപ്പൊ ഞങ്ങൾ പോട്ടേറണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകാൻ വരട്ടെ, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വേണ്ട തന്നെയാണ് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിച്ചു, അമ്പിയാക്കള് തെറ്റ് ചെയ്യുമോന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇല്ലാതെ ഒരു മനുഷ്യന്മാരനല്ലേ പറഞ്ഞു. ഞമ്മളെ നബിയോന്ന് ചോദിച്ചു. ഞമ്മളെ നബിയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളതിന്ന് ഒന്ന് പറഞ്ഞാണി പറഞ്ഞു. അപ്പൊ ഒരാൾ ഇങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് എണ്ണാൻ കിട്ടിയല്ലോ, എനിക്കത് എണ്ണാനും കിട്ടൂല, അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. നമ്മൾ പോലും തമ്മിലുള്ള ഓല് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അനസീയത്തിന് വന്ന ആൾക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് മുത്തുനബിനോട് അടങ്ങാത്ത താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും, നമ്മളെ ഇബാദത്തുകളുടെ ഒക്കെ അടിസ്ഥാനം അതാണല്ലോ. എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യം എന്നതാണ്. ഇഷ്കിന്റെയും മഹബത്തിന്റെയും ആകത്തുകയാണ് ഇബാദത്ത് പറഞ്ഞത്. ഇഷ്കും മഹബത്തുമുള്ളവന് ഈമാൻ ഭാരമായിരിക്കുകയില്ല എന്നാണ്. ഇഷ്കും മഹബത്തുമുള്ളവന് ഇബാദത്ത് ഭാരമായിരിക്കുകയില്ല എന്നുമാണ്. ഈ ഇബാദത്തുകൾ, ഈ കർമ്മങ്ങൾ ഭാരമാകുന്നത് ഇഷ്ടം കുറയുമ്പോഴാണ്. ഞാനിങ്ങനെ ഈ കോട്ടക്കലിന്റെ അടുത്ത് ചാപ്പനങ്ങാടി നിന്ന് ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ദർസിലോതി പഠിക്കണ കാലത്ത് വളപുരം, ഞങ്ങളുടെ നാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, വളപുരത്തുകാരനായ ഒരാൾ മദ്രസയിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ ഈ വ്യാഴാഴ്ച മദ്രസ വിട്ടിട്ട് നാട്ടിക്ക് പോകും, പിന്നെ വെള്ളിയാഴ്ച രാത്രി മദ്രസ ഉണ്ട്, അതിന് വരിക ചെയ്യാം. ഒരു വ്യാഴാഴ്ച അവിടുത്തെ ഒരു മോലിയര് മദ്രസയെ പഠിപ്പിക്കണ ഒരാള് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാമത്തെ ആഴ്ച വ്യാഴാഴ്ച പെട്ടെന്നൊരു ഹർത്താൽ ഉണ്ടായി. അപ്പൊ പോകാൻ കഴിയണില്ല. അപ്പൊ മദ്രസ ഇട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് മുമ്പ് പറഞ്ഞു, ഏതായാലും ഒന്ന് പോണില്ല, ഹർത്താലല്ലേ പറഞ്ഞു. ലോറൊക്കെ ചോറ് കഴിച്ചു വന്നു, ഏതായാലും ഒന്ന് പോണില്ല, ഹർത്താലല്ലേ പറഞ്ഞു. അസർക്കാരൻ കഴിഞ്ഞിട്ട് ചായയും കുടിച്ചു വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഹർത്താലല്ലേ, പോണില്ല പറഞ്ഞു. മഗ്‌രിബിങ്ങടായപ്പോ അതിന് പോകാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതില് പറഞ്ഞു, ഞാൻ പോകുകയാണ് പറഞ്ഞു. അങ്ങനെ പാങ്ങക്കൂടെ നടന്നു.
ചാപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ പാങ്ങിക്കൂടെ നടന്നിട്ട് പുഴയൊക്കെ കടന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ പുഴയൊക്കെ കടന്ന് എന്തായാലും രാത്രി ഒരു 12:30 മണിയായപ്പോ വ്യാഴാഴ്ച രാത്രി വീട്ടിലെത്തി. വെള്ളിയാഴ്ച ജുമേരിഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ടും പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചോ പറഞ്ഞു നല്ല റാഹത്തായി എന്ന് പറഞ്ഞു. ഇഷ്കുള്ളവന് ഈ ഭാഗത്ത് പ്രയാസം ഉണ്ടാവില്ല.